അങ്ങനെ ചെറിയ പെരുന്നാൾ കഴിഞ്ഞ് വലിയ പെരുന്നാൾ ആവാറായപ്പോഴാണ് നമ്മൾ ഈ ചെറിയ പെരുന്നാളിന് പോയ ചെറിയൊരു ട്രിപ്പ് യൂട്യൂബിൽ വീഡിയോ ഇടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാം. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, നമ്മൾ ലാസ്റ്റ് നിർത്തിയത് ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ കോഴിക്കോട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് താത്തായെ വീട്ടിലാക്കിയിട്ട് നമ്മൾ നേരെ ആയൂര് ബസ് കയറി. ആയൂരിന്ന് ബസ് കയറി നേരെ കൊട്ടാരക്കര ഇറങ്ങി. കൊട്ടാരക്കരയിൽ നിന്ന് കൊല്ലത്തോട്ട് ബസ്സില്ലാത്തതിനാൽ നമ്മൾ അവിടുന്ന് തൊടുപുഴ ബസ്സിൽ കയറി കോട്ടയത്ത് ഇറങ്ങി. കൊട്ടാരക്കരയിൽ നിന്ന് കൊല്ലം ബസ് ചോദിച്ചപ്പോൾ 5 മണിക്കേ ഉള്ളൂ. അവിടുന്ന് തൊടുപുഴ ബസ്സിൽ കയറി കോട്ടയത്ത് ഇറങ്ങി. ഇനി കോട്ടയത്ത് നിന്ന് എറണാകുളം. നമ്മൾ ട്രെയിൻ 5:45 ട്രെയിൻ ഉണ്ട്. 6:45 എറണാകുളത്ത് എത്തും. 5:15 ട്രെയിൻ മിസ്സായിട്ടുണ്ട്. ഇനി നമുക്ക് വരാൻ പോകുന്നത് 6:15 ട്രെയിനാണ്. ആദ്യം കയറിയിട്ട് നേരെ എറണാകുളത്ത് 7:15 എത്തും. നമ്മൾ ട്രെയിൻ വന്നിട്ടുണ്ട്. ഇനി മിസ്സാവാതെ കയറി ഇരുന്നിട്ട് 7:15 എറണാകുളത്തെത്തും. പെട്ടെന്ന് നമുക്ക് പള്ളി കയറാം. ഏഴ് 54 പെട്ടെന്ന് പള്ളിയിൽ പോകണം. പള്ളിയിൽ പോകാൻ വേണ്ടി പോകണം. ഒരു പള്ളി കണ്ടുപിടിച്ച് സംഭവം നിരാനസ്കാരം ഉണ്ടാകുന്നുണ്ട്. എനക്കൊന്നുമില്ല പള്ളിയിൽ. അല്ലാ, നിസ്കാരം തുടങ്ങി. നമ്മള് പള്ളിയിൽ കയറി നിസ്കരിച്ച് കുറച്ച് സ്ഥലമുള്ളായിരുന്നു. ഉള്ളോടിക്കുന്ന തറയിലാണ് നിസ്കരിച്ചത്. ചിലവ് ഇവിടെ റോഡിലൊക്കെ നിസ്കരിച്ചത്. അത് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. നിസ്കരിച്ച് ഇനിയിപ്പം നേരെ കോഴിക്കോട്, അല്ലെങ്കിൽ ഇവിടെ റൂം എടുത്തിട്ട് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് അപ്പൊ കോഴിക്കോട്, നേരെ കോഴിക്കോട്. നമ്മൾ കാന അടിക്കാനാണ് പോകുന്നത്. കാന അങ്ങനെ നമ്മൾ പ്ലാൻ മാറ്റിയിരിക്കുകയാണ്. കോഴിക്കോടല്ല, എറണാകുളത്ത് തന്നെ നമ്മൾ സ്റ്റേ അടിക്കാൻ തീരുമാനിച്ച്. ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഒന്ന് ഫ്രഷ് ആവാനും ക്ഷീണം മാറ്റാനൊക്കെ നമ്മളവിടെ സ്റ്റേ അടിക്കാൻ തീരുമാനിച്ച്. അങ്ങനെ ഒരു റൂം തപ്പിയാണ് ഇറങ്ങിയത്. ഒരു ഓട്ടോക്കാരനെ കണ്ട് ആ ഓട്ടോക്കാരൻ്റെ കയറി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി റൂം തപ്പി ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ അവിടുത്തെ സ്ഥലങ്ങളെല്ലാം കാണിച്ച് തന്നതിന് ശേഷമാണ് നമ്മൾ ആ ഒരു റൂമിലാക്കിയത്. റൂമിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഫോർട്ട് കൊച്ചിയും മറൈൻ ഡ്രൈവും പിന്നെ റെയിൽവേ സ്റ്റേഷനും. അതുകൊണ്ട് എല്ലായിടത്തും പോകാൻ എളുപ്പമായിരുന്നു. അവസാനം നമ്മൾ റൂം എടുത്തിരിക്കും. ആരും എവിടെ പോയാലും പ്രൂഫൊക്കെ എടുക്കണം. വെരി ഇമ്പോർട്ടൻറ്റ്. പ്രൂഫ് ഇല്ലാത്തതുകൊണ്ട് ഒരു 2 മണിക്കൂർ പെട്ട്. 1 മണിക്കൂർ 1.5 മണിക്കൂർ. ഇങ്ങനെ നമ്മൾ റൂമൊക്കെ എടുത്ത് സെറ്റായി. നമ്മള് റൂമൊന്ന് കാണിച്ചു തരാം. ഇവിടുത്തെ റൂമാണ്. പക്ഷേ ഇവിടുത്തെ അല്ലല്ല, അതിനെക്കാട്ടി അവിന്റെ റൂമാണ്. സെറ്റ് ബെഡ്, AC, ഒരു രക്ഷയില്ലാത്ത റൂം. കുപ്പിവെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. തണുത്തതല്ല, ഷാമ്പു ഒക്കെ ഉണ്ട്. ആർക്കാണ്. പിന്നെ ഇത് രാമു വെച്ച AC ആണെന്ന് തോന്നുന്നു. പഴക്കമുള്ളതാണ്. ഫിറോസേ പോണ്ടേടാ ഫിറോസേ. അങ്ങനെ നമ്മൾ ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് ഒരു 3 മണിയാവുന്ന നേരത്ത് നമ്മൾ പുറത്തിറങ്ങാൻ തീരുമാനിച്ചു. എന്തായാലും അവിടെ ഉറങ്ങി തീർക്കാൻ വന്നതല്ലല്ലോ നമ്മൾ സ്ഥലം കാണാനൊക്കെ വന്നത്. അപ്പം നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ ഫോർട്ട് കൊച്ചിയിലോട്ട് പോവാണ്. ഇനി പുറത്തു പോകും. ഇനി നേരെ ഫോർട്ട് കൊച്ചി. നമ്മുടെ ഊബറിന്റെ ആട്ടോ തോന്നും അവിടെ ഉണ്ട്. നേരെ അതിനകത്ത് കയറിയിട്ട് ബോട്ട് ചട്ടിയിൽ, അവിടുന്ന് ബോട്ട് ചട്ടി വഴി ഫോർട്ട് കൊച്ചി. പരമാവധി നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്തൊക്കെ പോകാൻ നേരം ഊബർ അല്ലെങ്കിൽ ഇതുപോലത്തെ ഓട്ടോറിക്ഷ പ്ലാറ്റ്ഫോം നമ്മൾ ചൂസ് ചെയ്യാൻ നോക്കണം, അല്ലെങ്കിൽ പറ്റിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. ബോട്ട് ചട്ടിയിൽ നമ്മൾ വൈകുന്നേരം സമയത്താണ് എത്തിയത്. അവിടെ നിന്ന് തിരിയാൻ സ്ഥലമില്ലായിരുന്നു. അവിടുന്ന് തിരിച്ച് വരേണ്ടി വന്നു. എന്താണെന്നറിയത്തില്ല, അവിടെ മലയാളികൾ റയറായിരുന്നു. We are reaching for the stars, but we're making this too hard. വേറൊന്നും നോക്കാതെ തന്നെ അടുത്ത ഊബർ വിളിച്ച് നമ്മൾ ഓട്ടോയിൽ കയറി നമ്മൾ നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക് പോയി. നമ്മളിപ്പോ ഫോർട്ട് കൊച്ചി എത്തി.
should take it slow. ഫോർട്ട് കൊച്ചിയിലൂടെ അങ്ങനെ നടക്കുക. അടിപൊളി സ്ഥലങ്ങളാ. ആദ്യമായിട്ടാ ഫോർട്ട് കൊച്ചി വരുന്നത്, ആദ്യമായിട്ട്. അവിടെ ഫോട്ടോഷൂട്ട്. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ ഒരുപാട് നടന്ന് ഒരുപാട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഒരുപാട് കറങ്ങി. അതിനുശേഷം ഫോർട്ട് കൊച്ചിക്ക് ബൈ ബൈ പറഞ്ഞുകൊണ്ട് ഊബറിൻ്റെ ഓട്ടോയും വിളിച്ച് അതിൽ കയറിയിരുന്നു നേരെ അടുത്ത സ്ഥലത്തേക്ക്. നമ്മളിനി നേരെ പോകുന്നത് മറൈൻ ഡ്രൈവിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ബ്രോഡ്വേയിൽ വിട്ടാണ്. നടന്ന് 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 അവസാനം നമ്മൾ ബ്രോഡ്വേ ഫുള്ള് നടന്ന് കറങ്ങിയതിന് ശേഷം നേരെ പോയത് തൊട്ടടുത്തായിട്ടുള്ള ഒരു മാളിലോട്ടാണ്. ബ്രോഡ്വേ കറങ്ങിയതിന് ശേഷം നേരെ ഇവിടെ തന്നെ അടുത്ത് സിൽക്കണം എന്ന് പറയുന്ന ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, അങ്ങോട്ടൊന്ന് ഇടുക. ഫുഡ് കഴിക്കണം, റൂമിൽ പോകണം, കിടന്നുറങ്ങണം, അത്രേ ഉള്ളൂ. സ്റ്റെപ്പുകളോ എസ്കലേറ്ററോ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടാണ് കയറിയത്. പക്ഷേ അവിടെ നമ്മൾ വിചാരിച്ച സാധനമൊന്നും ഇല്ലായിരുന്നു, വേറെ എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നമ്മൾ ഇറങ്ങി വേറൊരു മാളിലോട്ട് പോയി. അടുത്ത മാളി വന്നിട്ടുണ്ട്, അടുത്ത സ്ക്വയർ ഉണ്ട്. എസ്കലേറ്റർ കയറി മടുത്തു. ഇപ്പൊ 4ാമത്തെ എസ്കലേറ്റർ ആണെന്ന് തോന്നുന്നത്. ഇവിടെ KFC ഏറ്റവും മണ്ടയില KFC-നാണ് പോകുന്നത്. യെസ്, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് മാളിലും ടാറ്റ ബൈ ബൈ പറഞ്ഞുകൊണ്ട് നമ്മൾ മാളിൽ നിന്ന് ഇറങ്ങി നേരെ റൂമിലോട്ടാണ് പോകുന്നത്. റൂമിൽ പോയിട്ട് പിന്നെ വേറെ വീഡിയോ ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ പോയി ഫുള്ള് റെസ്റ്റ് എടുത്തു. ഒരുപാട് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു, ഇൻസ്റ്റയിൽ ഇടാനും സ്റ്റോറി ഇടാനും അതിനൊക്കെ. അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം രാവിലത്തെ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. പക്ഷെ നമ്മൾ ശരിക്കും പ്ലാൻ ഇങ്ങനെ നല്ലായിരുന്നു. നേരെ കോഴിക്കോട് പോകുന്നു, അവിടെ നിന്ന് കറങ്ങി വരുന്നു, അതിന് ശേഷം നമ്മൾ കൊച്ചിയിൽ ഇറങ്ങുന്നു, അവിടെ കറങ്ങുന്നു എന്നൊക്കെയായിരുന്നു വലിയ പ്ലാനിലായിരുന്നു. പക്ഷേ നമ്മൾ എറണാകുളത്ത് തന്നെ അതെല്ലാം നിർത്തി. അതിനുശേഷം നമ്മൾ വീട്ടിലോട്ട് പോയായിരുന്നു ചെയ്തത്. രാവിലെയായി, നമ്മൾ ഇവിടുന്ന് യാത്രയാകാൻ പോവാണ് നേരെ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നമുക്ക് 11 മണി വരെ സമയമുള്ളൂ. ഇപ്പൊ 10-11 shining through, it's true, baby, let the light shine through, if you believe. അസിംഷാ പോണ്ടേ? ഇനി ഇവിടുന്ന് നേരെ കാപ്പി കൊല്ലത്തോട്ട് ട്രെയിൻ നമ്മളിവിടെ ഇറങ്ങുക. മുംബൈ പോയി എറണാകുളം. പുള്ളനെയൊന്നും കാണാനില്ലല്ലേ. റൂം വെക്കേറ്റ് ചെയ്തിട്ട് നടന്ന് റൂമിന്റെ തൊട്ടടുത്താണ് റെയിൽവേ സ്റ്റേഷൻ. ഇതിനകത്തോടെ കയറാം. റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് കൊല്ലത്തോട്ട് ട്രെയിൻ ഉണ്ടാവും നോക്കണം. നമ്മളെ ട്രെയിൻ 12 മണിക്കാണ്. റെയിൽവേ സ്റ്റേഷനിൽ നേരെ ഫുഡ് കഴിക്കും. ഹോട്ടൽ റെയിൽ വ്യൂ. അറിയാതെ പോലെ റെയിൽവേ സ്റ്റേഷൻ, കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ റെയിൽവേ കയറി തല വയ്ക്കരുത്. അവിടെ സ്റ്റേഷനാണ്, അതും ഒരു സ്റ്റേഷനാണ്. തൊട്ടാ പൈസ കൊടുക്കും, ഇരുന്നാൽ പോലും പൈസ കൊടുക്കേണ്ടി വരും. എവിടെയാ നമ്മളെ ഫ്രെയിം ചെയ്യാനുള്ള ബില്ല് കാണുന്നില്ല. എന്തൊക്കെയായിരുന്നു? 6 പൊറോട്ടയും 2 ബീഫ് കറിയും 2 ഷാർജയും 1000 രൂപ. സൂപ്പർ. അവരെ വിഷമം തീർന്നിട്ടില്ല.
അവിടെ 911 പോയി ഒരു വിഷയമില്ല. ഇവിടെ 10 രൂപ 1000 രൂപ മാളിൽ കയറി വലിയ കുറെ തിന്നിട്ട് ഒരു 1000 രൂപ ഇല്ല. കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ റെയിൽവേ കയറി സീന്. അതിന്റെ പോയില്ല വിഷമം. കൊള്ളാമെങ്കിൽ പിന്നും കുഴപ്പമില്ലായിരുന്നു. ഇത് എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഇത് വേറെ ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ മാത്രമായിരുന്നു. ഞാൻ വിചാരിച്ചിട്ട് വലിയൊരു വീഡിയോ ആയിരുന്നു. സംഭവം എല്ലാം ചുരുക്കിയാണ് ഞാൻ ചെയ്തതും പറഞ്ഞതും. അപ്പോൾ ഓക്കെ, ബൈ ടാറ്റ.